സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 3.5 മണിക്കൂർ കൂടി. പത്രികാ സമർപ്പണം തുടരുന്നു. രമ്യ ഹരിദാസ്, രാജീവ് ചന്ദ്രശേഖർ, KC വേണുഗോപാൽ തുടങ്ങിയവർ പത്രിക സമർപ്പിച്ചു. K. സുരേന്ദ്രന്റെയും രാജീവ് ചന്ദ്രശേഖറുടെയും റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും S. ജയശങ്കറും പങ്കെടുത്തു. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. വിശദാംശങ്ങളുമായി വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം ദീപക് ധർമ്മടമാണ്. ദീപക്, അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്? വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തിലേക്ക് പോകുന്നു. സുർജിത്ത്, വയനാട്ടിൽ നിന്നും ഇന്നത്തെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. K. സുരേന്ദ്രന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ മഹാറാലി അതിനൊപ്പം അനുധാവനം ചെയ്തുകൊണ്ട് കടന്നു വരുന്നത്. റാലി ഇപ്പോൾ ഏതാണ്ട് കളക്ടറേറ്റ് പരിസരത്തേക്ക് എത്താൻ വേണ്ടി പോകുന്നു. SKMJ സ്കൂൾ പരിസരത്താണ് റാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അവർ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ എത്തിക്കുന്നതിന്റെ രാഷ്ട്രീയം ആ തരത്തിൽ തന്നെ അമേഠി ഇവിടെ വയനാട്ടിലും ആവർത്തിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് BJP നടത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും CK ജാനു അടക്കമുള്ള നേതാക്കൾ ഈ റാലിക്കൊപ്പം സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് മുമ്പ് ഇന്ത്യ സഖ്യത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ റോഡ് ഷോ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി സ്മൃതി ഇറാനി ഉന്നയിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ CPIയും ഒപ്പം തന്നെ കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുകയാണ്. ദില്ലിയിലെ കൂട്ടുകാർ ഇവിടെ എങ്ങനെയാണ് ശത്രുക്കളായത് എന്നുള്ള ചോദ്യമാണ് പരിഹാസ രൂപേണ അവർ ഉയർത്തുന്നത്. ഇവരുടെ ഉദ്ദേശം ശരിയല്ല. രാഹുലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിക്ക് സ്വീകാര്യമല്ലേ എന്ന ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ആണെങ്കിൽ ഇങ്ങനെ വയനാട്ടിൽ രണ്ടു കൂട്ടരും പരസ്പരം മത്സരിക്കുമോ എന്നുള്ള പരിഹാസവും അവർ ഉയർത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ CPMഉം CPIയും കോൺഗ്രസും ലീഗും എല്ലാവരും ഒരുമിച്ചാണ്. കേരളത്തിൽ മാത്രം എതിർമുഖത്ത്. ഇവരുടെ കാര്യം ആർക്കും ഒന്നും മനസ്സിലാകാത്ത സ്ഥിതിയാണ് ഉള്ളത് എന്നും അവർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ തൃപ്തി നേടാൻ രാഹുൽ ഗാന്ധിയുടെ നിലപാടിലൊക്കെ തന്നെ വെള്ളം ചേർക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് അധികാരദാഹമാണ്. PFIയുമായി ബന്ധമുണ്ടാക്കിയത് ഇത്തരം അധികാരദാഹത്തിന്റെ തുടർച്ചയായാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ സ്മൃതി ഇറാനി ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ഈ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. കരുവന്നൂരിലും കണ്ടലയിലും CPIM വലിയ രീതിയിൽ പണം അപഹരിക്കുന്ന രീതിയാണ് കാണിച്ചത്. ഒപ്പം തന്നെ AR നഗറിൽ മുസ്ലിം ലീഗാണ് AR നഗർ സഹകരണ ബാങ്കിൽ കൊള്ള നടത്തിയത്. അതുപോലെയുള്ള കൊള്ള വയനാട്ടിലും അവർ നടത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസ് ആണ് നടത്തിയത്. കോൺഗ്രസ് പുൽപ്പള്ളി ബാങ്ക് കൊള്ളയടിച്ചു. DCCയുടെ ഇതിലെ പ്രധാനപ്പെട്ട KPCC നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ജയിലിലല്ലേ എന്ന ചോദ്യം കൂടി അവർ ഉയർത്തുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മഹാറാലി തുടങ്ങിയിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ, അതായത് വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ഒരു നൂറുകണക്കിന് പ്രവർത്തകർ ഈ റാലിയെ തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി ചേരുകയാണ്. അശ്വിൻ, BJP അല്ലെങ്കിൽ NDA ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. അവിടെ സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, അമർ ജവാൻ ജ്യോതിയിലെ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി ഇപ്പോൾ തൃശൂർ കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ വലിയ പ്രകടനമായാണ് അവിടെ നിന്ന് സുരേഷ് ഗോപി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കളക്ടറേറ്റിലേക്ക് അദ്ദേഹം കയറും. ഈ പ്രകടനം പ്രവർത്തകർക്ക് കളക്ടറേറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശനമില്ല. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് പ്രവർത്തകരോട് അവിടെ തുടർന്നതിന് ശേഷം ഏതാനും ചില നേതാക്കൾ മാത്രമായിരിക്കും സുരേഷ് ഗോപിക്കൊപ്പം അകത്തേക്ക് പോവുക. എന്തായാലും ഏറെ നിർണായകമായ NDA വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂർ മണ്ഡലത്തിൽ വലിയ പ്രവർത്തകരുടെ, ഈ മണ്ഡലത്തിൽ നിന്നാകെയുള്ള പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തന്നെയാണ്, ശക്തി പ്രകടനമായി തന്നെയാണ് സുരേഷ് ഗോപി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ K. മുരളീധരൻ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. മുരളീധരനും വലിയ തോതിലുള്ള പ്രകടനവുമായി തന്നെയാണ് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകരെ കോമ്പൗണ്ടിന് പുറത്ത് നിർത്തിയ ശേഷം സുരേഷ് ഗോപി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കളക്ടറേറ്റിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ 12 മണിയോടുകൂടി തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം തിരികെ വരും. എന്തായാലും വലിയ പ്രകടനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപി കളക്ടറേറ്റിലേക്ക് എത്തിയത്. ക്രിസ്റ്റീന. ശരി, ആറ്റിങ്ങലിൽ ഇപ്പോൾ അടൂർ പ്രകാശ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്.
അവിടെ നിന്ന് വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സ്, വിശദാംശങ്ങൾ. കൃഷിന ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ, വർക്കല സഹാർ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. രാവിലെ അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എത്തി. ആറ്റിങ്ങലിലെ വരണാധികാരി ADM ആയ പി പ്രേംജിയാണ്. പ്രേംജിക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. 3 സെറ്റ് പത്രികകളാണ് അടൂർ പ്രകാശ് സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച്, നേരത്തെ തിരുവനന്തപുരത്ത് മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ മത്സരം, ഒരു തെരഞ്ഞെടുപ്പ് മത്സരം, അതിന്റെ എല്ലാ ആവേശവും ആറ്റിങ്ങലിൽ കൂടി ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ ഒരു ത്രികോണപ്പോരിന്റെ ആവേശത്തിലേക്ക് ആറ്റിങ്ങൽ മണ്ഡലവും കടന്നു കഴിഞ്ഞിട്ടുണ്ട്. UDF-നായി അടൂർ പ്രകാശും LDF-നായി CPM-ന്റെ ജില്ലാ സെക്രട്ടറി വി ജോയും ഒപ്പം NDA-ക്കായി കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്തിറങ്ങുന്ന മണ്ഡലം, കളം നിറയുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ആറ്റിങ്ങലിലെ NDA-യുടെ BJP-യുടെ വോട്ട് വർദ്ധിച്ചത്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചത്. അങ്ങനെയാണ് BJP-ക്ക് ആറ്റിങ്ങലിൽ ഒരു കണ്ണു വരുന്നത്. BJP ഏതാണ്ട് 1.5 വർഷമായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വി മുരളീധരൻ അവിടെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഒരു മത്സരം ഞങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട്. കൂടുതൽ നേതാക്കളെ അവിടേക്ക് എത്താൻ BJP കണക്ക് കൂട്ടുന്നുണ്ട്. CPM-ന്റെ സർവ്വസന്നാഹവും സംവിധാനവും മെഷീനറിയും ആറ്റിങ്ങലിൽ വി ജോയ്ക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. പ്രചാരണത്തിന് വേണ്ടി ഈ ഘട്ടത്തിലെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ സിറ്റിംഗ് MP ആണ് അടൂർ പ്രകാശ് എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ, തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധൻ എന്നാണ് അടൂർ പ്രകാശിനെ വിലയിരുത്തുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ തവണ, അതായത് LDF-നൊപ്പം അടിയുറച്ചു നിന്നിരുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തെ UDF-ലേക്ക് അടുപ്പിച്ചത് അടൂർ പ്രകാശാണ്. അത് അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു ത്രികോണ പോരിന്റെ എല്ലാ ആവേശവും ആറ്റിങ്ങലിലും വന്നു കഴിഞ്ഞു. അങ്ങനെ ആറ്റിങ്ങലിലെയും അതുപോലെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 11 മണി വരെയാണ് ഇന്ന് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. കൃഷ്ണ, ശരി. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടെ ചേരുകയാണ്. സൂരജ് ഇപ്പോൾ ഉള്ളത് UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരനൊപ്പമാണ് എന്ന് മനസ്സിലാക്കുന്നു. വടകരയിൽ നിന്നും തൃശ്ശൂർ പിടിക്കുക എന്ന ദൗത്യത്തോടുകൂടി UDF നിയോഗിച്ച കെ മുരളീധരൻ വലിയ ഒരു പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടെ തന്നെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വിവരങ്ങൾ. കൃഷ്ണ, വലിയ ആവേശമാണ് UDF ക്യാമ്പിലെ തൃശ്ശൂരിലുള്ളത്. എന്തായാലും വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ആവേശം ഇരട്ടിയാകുന്നു എന്നുള്ളതാണ് പ്രവർത്തകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രകടനമായി ഈ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് കെ മുരളീധരൻ വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ മുരളി മന്ദിരത്തിൽ അച്ഛന്റെയും അമ്മയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ പടിഞ്ഞാറേക്കോട്ടയിലെ കെ കരുണാകരന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് ഷോ ആയിക്കൊണ്ട് തന്നെ, അതായത് കാൽനട ആയിക്കൊണ്ട് ഇപ്പോൾ ഈ കളക്ടറേറ്റിലേക്ക് നടന്നു നീങ്ങുന്ന 100 കണക്കിന് പ്രവർത്തകരും വാദ്യമേളങ്ങളുടെയും എല്ലാം അകമ്പടിയോടുകൂടിയാണ് ഈ പ്രകടനം ഇപ്പോൾ ഈ കളക്ടറേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കെ മുരളീധരനൊപ്പം സിറ്റിംഗ് MP ആയിട്ടുള്ള TN പ്രതാപൻ ഉൾപ്പെടെയുണ്ട്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കമുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള റോഡ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് തൃശ്ശൂരിലാണ് എന്നത് ഒരു തരത്തിലും മാറ്റമില്ലാത്ത തരത്തിലേക്ക് പോകുന്നു. 3 ക്യാമ്പും ഒരുപോലെ ആവേശത്തോടു കൂടി വർക്ക് ചെയ്യുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ നമ്മൾ കാണുന്നത്. അത് പ്രകടമാകുന്ന തരത്തിലാണ് ഈ നോമിനേഷൻ സമർപ്പിക്കുന്ന ദിവസം പോലും നമുക്ക് ഈ പ്രവർത്തകരുടെ ആവേശം കാണാൻ കഴിയുന്നത്. ഇതിന് തൊട്ട് മുൻപിലായി, അതായത് ഈ പ്രകടനം പോകുന്നതിന് തൊട്ട് മുൻപിലായി സുരേഷ് ഗോപിയുടെ പ്രകടനം, അല്പം മുമ്പ് റോഡ് ഷോ, അത് കളക്ടറേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തൊട്ട് പിന്നാലെ കെ മുരളീധരനും അങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ ഇന്ന് ഈ 2 സ്ഥാനാർത്ഥികളും, സുരേഷ് ഗോപിയും കെ മുരളീധരനും നോമിനേഷൻ സമർപ്പിക്കുന്നതോടുകൂടി 3 സ്ഥാനാർത്ഥികളും, അതായത് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ എല്ലാ ചൂരിലേക്കും തൃശ്ശൂർ കടക്കുകയാണ്. ആ ആവേശം ഇപ്പോൾ UDF ക്യാമ്പിലും പ്രകടനമാണ്. ക്രിസ്റ്റീന, ശരി. തൃശ്ശൂരിൽ നിന്ന് കെ മുരളീധരന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. ഇനി വയനാട്ടിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. വയനാട്ടിൽ കളക്ടറേറ്റിന് മുന്നിൽ നിന്നും ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, ഏറ്റവും തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതലുള്ള ഒരു മണ്ഡലമാണ് വയനാട്. അവിടെ ഇപ്പോൾ റോഡ് ഷോ ആയി കെ സുരേന്ദ്രൻ അല്പസമയത്തിനകം എത്തിച്ചേരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ.
ക്രിസ്റ്റീന, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്ന് വയനാടാണ്. ഇന്നലത്തോടുകൂടി അതൊരു പുതിയ രാഷ്ട്രീയ വിവാദത്തിൻ്റെ കൂടി കേന്ദ്രമായി. കാരണം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പതാകകൾ ഉപേക്ഷിച്ചത് പുതിയ രാഷ്ട്രീയ വിവാദമായി. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ BJP അധ്യക്ഷനും BJP സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രൻ ഒരുപടി കടന്ന് തീവ്രവാദികളുടെ പിന്തുണയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്, അത് മറച്ചുവെക്കാനാണ് കൊടികൾ ഉപേക്ഷിച്ചതെന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം, അതിനൊപ്പം തന്നെ കേരളത്തിലാണെങ്കിൽ ഒരു വലിയ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടി ഈ മണ്ഡലം തുടക്കമിട്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ K. സുരേന്ദ്രൻ ഇവിടെ എത്തും. നമ്മൾ റോഡ് ഷോവിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. സ്മൃതി ഇറാനിയെ ഇറക്കിക്കൊണ്ട് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് യഥാർത്ഥത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ തന്നെ BJP ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ കലക്ട്രേറ്റിലേക്ക് എത്തും ജയേന്ദ്ര മാസ്റ്റർ, മണ്ഡലത്തിൻ്റെ പ്രഭാരി ചാർജുള്ള ജയേന്ദ്ര മാസ്റ്റർ നേതൃത്വത്തിൽ പ്രവർത്തകർ വലിയ രീതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് നോമിനേഷൻ സമർപ്പണത്തിന് വേണ്ടി K. സുരേന്ദ്രൻ എത്തിച്ചേരും. ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലം വയനാടാണ്. ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ വിവാദത്തിന് കൂടി വയനാട് തുടക്കമിട്ടിരിക്കുന്നു. ഈ കൊടി പിടിച്ചുകൊണ്ട് നേതാക്കളെല്ലാം പ്രതികരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന് ക്രിസ്റ്റീന. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ് പത്രികാ സമർപ്പണത്തിനെത്തിയിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രി G. സുധാകരനും അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, ആലപ്പുഴയിൽ നിന്നുള്ള വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ചെറിയ അല്പനിമിഷങ്ങൾക്ക് മുൻപാണ് പത്രിക സമർപ്പണത്തിനായി LDF ആലപ്പുഴയിലെ ലോക്സഭ LDF സ്ഥാനാർത്ഥി AM ആരിഫ് ആലപ്പുഴ കളക്ട്രേറ്റിലെത്തിയത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, ഒപ്പം തന്നെ കെട്ടിവെക്കാനുള്ള പണം കൊടുത്തത് മുൻ മന്ത്രി G. സുധാകരനാണ്. CPM ജില്ലാ സെക്രട്ടറി R. നാസർ, അമ്പലപ്പുഴ MLA H. സലാം തുടങ്ങിയ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ പ്രകടനമായിട്ടാണ് ആലപ്പുഴ EMF സ്റ്റേഡിയത്തിൽ നിന്നും അദ്ദേഹം ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് എത്തിയത്. അതിന് തൊട്ട് മുൻപാണ് ACC സംഘടനാകാര്യ സെക്രട്ടറി, ഒപ്പം തന്നെ ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴയെ സംബന്ധിച്ച് രണ്ട് കൂട്ടർക്ക്, UDF-നും LDF-നും വലിയ അഭിമാന പോരാട്ടമാണ്. ആരിഫിന് കഴിഞ്ഞ 20 വർഷം അദ്ദേഹം പാർലമെന്ററി രംഗത്തുണ്ട്. 3 തവണ അരൂരിൽ നിന്നും അദ്ദേഹം MLA ആയി ജയിച്ചു. പിന്നീട് കഴിഞ്ഞ തവണയാണ് അതായത് 20 സീറ്റിൽ 19 LDF നഷ്ടപ്പെട്ടപ്പോൾ കനൽ ഒരു തരി എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിജയം ആരിഫിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും ആരിഫിനെ LDF സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ കൂടി രംഗത്തെത്തിയതോടെ വലിയ രീതിയിലുള്ള മത്സരം, ഒരു ത്രികോണ മത്സരമാണ് ആലപ്പുഴയിൽ. ഇന്നലെയാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കളക്ട്രേറ്റിലെത്തി പത്രിക സമർപ്പണം നടത്തിയത്. ആലപ്പുഴയിൽ നിലവിൽ 6 പേർ, അതായത് 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ കൂടാതെ നിലവിൽ 4 പേർ കൂടി പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. മുൻ VS അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോടുള്ള ഷാജഹാൻ അടക്കമുള്ള ആളുകൾ, ഷാജഹാൻ നേരത്തെ പത്രിക സമർപ്പിച്ചിരുന്നു. അങ്ങനെ ഇന്നത്തെ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ആലപ്പുഴയിൽ ഏകദേശം 7 പേരാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ആരിഫിന്റെ പത്രിക സമർപ്പണ നടപടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീൻ, ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ് പത്രിക സമർപ്പിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിപാലാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.